നമസ്കാരം. ധാരാവി എന്ന് കേട്ടാൽ മാത്രം പോരാ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആ ചേരിയുടെ ദുർഗന്ധം വമിക്കുന്ന കഥകൾ കൂടി അറിയണം. ഡി കമ്പനിയും ദാവൂദ് ഇബ്രാഹിമും ഒക്കെ ആ മഹാനഗരത്തിലെ ചെറിയൊരേട് മാത്രമായിരുന്നു എന്നറിയണം. അന്നത്തെ ബോംബെ അധോലോകം ഇന്നത്തെ മുംബൈ എന്ന സ്വപ്ന നഗരിയും സാമ്പത്തിക തലസ്ഥാനവുമായത് എങ്ങനെയെന്നറിയണം. അപ്പോൾ മാത്രമേ ദാവൂദ് ഇബ്രാഹിം എന്ന ഡി കമ്പനി തലവന്റെ പതനത്തിന്റെ വ്യാപ്തി മനസ്സിലാവൂ. വെറും 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ധാരാവി എന്ന ആ പ്രദേശം ഏകദേശം 10 ലക്ഷം ജനങ്ങളുടെ പാർപ്പിടമാണ്. അതിൽ പലരുടെയും ഉപജീവന മാർഗവും ആ ചേരിക്കുള്ളിൽ തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണെങ്കിലും ധാരാവി ബോംബെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ധാരാവി ചേരി ബോംബെ പട്ടണത്തിന്റെ ഒരു പ്രൈം പ്രോപ്പർട്ടിയാണ്. അവിടെ താമസിക്കുന്നവർക്ക് ഒരുവിധം വേണ്ടതെല്ലാം അതിനുള്ളിൽ തന്നെ ലഭ്യവുമാണ്. ധാരാവി നിലകൊള്ളുന്ന സ്ഥലം ഒരു കാലത്ത് വലിയൊരു കണ്ടൽ ചതുപ്പ് പ്രദേശമായിരുന്നു. മഹാരാഷ്ട്രയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ കോലി സമുദായത്തിൽപ്പെട്ടവരാണ് ആ പ്രദേശത്തെ പരമ്പരാഗതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് കൂടുതലും വലകൾ ഉണക്കാനും അതുപോലുള്ള മറ്റ് ആവശ്യങ്ങൾക്കുമായിരുന്നു. താമസയോഗ്യമായ സ്ഥലമല്ലാത്തതുകൊണ്ട് അവിടെ ആരും സ്ഥിര താമസവുമില്ലായിരുന്നു. എന്നാൽ പിന്നീട് പ്രധാനമായും പാരിസ്ഥിതിക കാരണങ്ങളാൽ ആ പ്രദേശത്തിൽ വേലിയേറ്റ സമയത്തുള്ള കടൽ കയറ്റത്തിന്റെ വീര്യം കുറയാൻ തുടങ്ങി. പിന്നീട് ബോംബെ പട്ടണത്തിലെത്തിയ പല ദിവസക്കൂലി തൊഴിലാളികളും അവിടെ തമ്പടിക്കാൻ തുടങ്ങി. ക്രമേണ അത് ബോംബെയിലെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് സൗജന്യമായി താമസിക്കാനുള്ള ഒരു താവളമായി മാറി. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ അവിടെ താമസമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം പേർ അവിടെ താമസമുണ്ട്. അവിടുത്തെ ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതലും ഹിന്ദുക്കളാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ ശക്തമായ ഒരു സാന്നിധ്യവുമുണ്ട്. ക്രിസ്ത്യാനികൾ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. 1985 ഡിസംബറിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശതാബ്ദി ബോംബെയിൽ ആഘോഷിക്കുന്നത്. 2 ആഴ്ച നീണ്ടുനിന്ന ആഘോഷ പരിപാടികളായിരുന്നു അത്. അതിന്റെ സമാപന സമ്മേളനം അഭിസംബോധന ചെയ്യുന്ന വേളയിൽ രാജീവ് ഗാന്ധി ധാരാവി നിവാസികളുടെ മാലിന്യം നിറഞ്ഞതും അനാരോഗ്യപരമായ താമസ ചുറ്റുപാടുകളിൽ നിന്നും അവർക്ക് മോചനം നൽകാനായി കേന്ദ്ര സർക്കാരിന്റെ വക ഒരു ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. അതിന് 100 കോടി രൂപയോളം വകയിരുത്തുകയും ചെയ്തു. ആധുനിക ഫ്ളാറ്റുകൾ, സ്കൂൾ, ആശുപത്രി, മാർക്കറ്റ് മുതലായവ ഉൾക്കൊള്ളുന്ന ഒരു പ്രൊജക്ട്. അതിന് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാൻഡ് പ്രൊജക്ട് എന്ന് പേരുമിട്ടു. പക്ഷെ പദ്ധതി വിജയിച്ചില്ല. കാരണം അത് മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഭൂരിപക്ഷം ധാരാവി നിവാസികൾക്കും എതിർപ്പുണ്ടായിരുന്നു. ഫ്ളാറ്റുകളിൽ താമസമായാൽ അവർ ധാരാവിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വ്യവസായങ്ങളും മറ്റു ഉപജീവന മാർഗങ്ങളും പൂട്ടേണ്ടി വരുമെന്നത് തന്നെ. ഇതായിരുന്നു യഥാർത്ഥ ധാരാവി. പക്ഷെ സിനിമകളിലും കഥകളിലും നമ്മൾ അറിയുന്ന ധാരാവി മാലിന്യം മാത്രമല്ല, ചോര മണക്കുന്ന കഥകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നിൽ ആ പ്രദേശത്തുള്ളവരെല്ലാം അപകടകാരികളാണ് എന്ന ചെറിയൊരു മുന്നറിയിപ്പുമുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ ഒരു കോട്ടയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല എങ്കിലും ഒരു താവളം തന്നെയായിരുന്നു ധാരാവി. ആ ചേരിയിൽ ആർക്കും ഭൂമി സ്വന്തമായിട്ടില്ല. കാരണം അത് സർക്കാർ ഭൂമിയാണ്. അതിൽ ജനം കയ്യേറി താമസിക്കുന്നു. ചേരിയിലെ ക്രമസമാധാന പാലനത്തിനായി ഒരു ധാരാവി പോലീസ് സ്റ്റേഷൻ ചേരിക്കുള്ളിൽ തന്നെ ഉണ്ടെങ്കിലും നീതി കിട്ടണമെങ്കിൽ അന്നത്തെ കാലത്ത് കാര്യമായ പണച്ചിലവുണ്ടായിരുന്നു. ഭൂമി സ്വന്തമായി ഇല്ലാത്തത് കൊണ്ട് ബാങ്കിൽ വസ്തു ഈടുവെച്ച് വായ്പ എടുക്കാനും സാധിക്കുമായിരുന്നില്ല. എന്നാൽ അവിടുത്തെ നല്ലൊരു വിഭാഗം താമസക്കാരും വ്യവസായികളും കച്ചവടക്കാരും ആയതുകൊണ്ട് വായ്പ എടുക്കേണ്ടി വരുന്ന ആവശ്യം പലപ്പോഴും ഉണ്ടാവാറുമുണ്ട്. ഈ സ്ഥിതിവിശേഷം നല്ലതുപോലെ മുതലെടുത്ത് കാശുണ്ടാക്കിയവരാണ് അവിടെ തന്നെയുള്ള ബ്ലേഡ് വലിച്ചക്കാർ. അവരിൽ പലരും ചട്ടമ്പികളുമാണ്. കയ്യൂക്കും തന്റേടവും മാത്രം മുതൽ മുടക്കിയാൽ പിന്നെ ചെറിയൊരു ദാതയായി വിലസാം. നിരവധി പേർ ആ മുംബൈ അധോലോകത്തിന്റെ ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. എന്നാൽ സംഘട്ടനത്തിലും പോലീസിന്റെ ആക്രമണത്തിലും പലരും മരിച്ചു വീണ ഒരു ചരിത്രം കൂടിയുണ്ട്. ചിലരൊക്കെ പിടിക്കപ്പെട്ടു. മറ്റു ചിലർ വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ആ നഗരത്തെ ഇന്നും ഭരിക്കുന്നുമുണ്ട്. ഹാജി മസ്താനും കരീം ലാലയും വരദരാജ മുതലിയാരും മുതൽ അരുൺ ഗാവ്ലിയും ക്യാപ്റ്റൻ അബുസലീമും വരെ ധാരാവി ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നുമില്ലാത്ത താരപരിവേഷം ദാവൂദ് ഇബ്രാഹിമിന് മാത്രം എങ്ങനെ കിട്ടി? പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സ തേടിയെന്ന് മാധ്യമങ്ങൾ പറയുന്ന ഡി കമ്പനി തലവൻ യഥാർത്ഥത്തിൽ മരിച്ചോ? പാകിസ്ഥാനിലെ പ്രധാന മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇടയ്ക്കിടെ വരുന്ന ദാവൂദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പോലെ തന്നെ പുകഞ്ഞ പടക്കമാകുമോ ഇത്തവണയും? കാത്തിരിക്കാം. കറാച്ചിയിൽ നിന്നും സ്ഥിരീകരണം വരുന്നതുവരെ.